ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC 2024 ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. അത് ശരിയാണ്. രണ്ടാമത്തത് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. അതും ശരിയാണ്. മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. അതും ശരിയാണ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി എന്ന് പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 4 മാത്രം. ഓക്കെ, 4 മാത്രമാണ് തെറ്റ്. എല്ലാ PSC പരീക്ഷകളിലും ജീവകങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ജീവകങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിനുകൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഇതിൽ ജീവകം എയുടെ രാസനാമം, ജീവകം എയുടെ രാസനാമമാണ് റെറ്റിനോൾ. ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. ഇനി ജീവകം B1 അറിയപ്പെടുന്നത് തയാമിൻ എന്നാണ്. ജീവകം B1 തയാമിൻ, ജീവകം B2 റൈബോഫ്ലാവിനാണ്. അതേപോലെ ജീവകം B3 ആണെങ്കിൽ നിയാസിനാണ്. B1 തയാമിൻ, B2 ആണെങ്കിൽ റൈബോഫ്ലാവിൻ, B3 ആണെങ്കിൽ നിയാസിനാണ്. ഇനി ജീവകം സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ജീവകം ഡി ആണെങ്കിൽ കാൽസിഫെറോൾ. ജീവകം ഡി കാൽസിഫെറോൾ. ജീവകം ഇ ആണ് ടോക്കോഫെറോൾ എന്നാണ് ജീവകം ഇ അറിയപ്പെടുന്നത്. ജീവകം കെ ആണ് ഫില്ലോക്കിനോൺ. ജീവകം കെ ഫില്ലോക്കിനോൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? വായുവിലൂടെ, സമ്പർക്കം മുഖേന, കൊതുക് മുഖേന, ആഹാരം, വെള്ളം എന്നിവയിലൂടെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. സമ്പർക്കം മുഖേനയാണ് കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. ഓക്കെ, അപ്പോൾ കുഷ്ഠരോഗം ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. സമ്പർക്കം മുഖേനയാണത് പകരുന്നത്. കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഹാൻസൺ ഡിസീസ്. ഹാൻസൺ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കുഷ്ഠരോഗമാണ്. ഹാൻസൺ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം കുഷ്ഠരോഗമാണ്. ഇനി ലെപ്രമിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റമിൻ ടെസ്റ്റ്. ലെപ്രമിൻ ടെസ്റ്റും ഹിസ്റ്റമിൻ ടെസ്റ്റും ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലെപ്രമിൻ ടെസ്റ്റും ഹിസ്റ്റമിൻ ടെസ്റ്റും കുഷ്ഠരോഗ നിർണയ ടെസ്റ്റുകളാണ്. ലെപ്രമിൻ ടെസ്റ്റും ഹിസ്റ്റമിൻ ടെസ്റ്റും കുഷ്ഠരോഗ നിർണയ ടെസ്റ്റുകളാണ്. ഇനി ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30 ഇതും ചോദിച്ചിട്ടുണ്ട്. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 30. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏത്? കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏത്? സ്നേഹസ്പർശം, കാരുണ്യ, സ്നേഹാശ്വാസം, സ്നേഹപൂർവ്വം. ഉത്തരം ഓപ്ഷൻ എ ആണ്. സ്നേഹസ്പർശമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. സ്നേഹസ്പർശം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ മനുഷ്യ രക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. ബേസോഫിലും ഈസ്നോഫിലും, ന്യൂട്രോഫിലും ബേസോഫിലും, ലിംഫോസൈറ്റും മോണോസൈറ്റും ന്യൂട്രോഫിലും. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. ഫാഗോസൈറ്റുകൾ ഏതൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റ് നടത്തുന്നത് മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? അനാമിക, ഭാഗ്യലക്ഷ്മി, ഹരിത, അനഘ. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഭാഗ്യലക്ഷ്മിയാണ്.
പയർച്ചെടിയുടെ സങ്കര ഇനാണ് ഭാഗ്യലക്ഷ്മി. ഇനി ഉത്തരം ഓപ്ഷനിലുള്ള അനാമിക. അനാമിക എന്തിൻ്റെതാണ്? അനാമിക വെണ്ടയാണ്. അനാമിക വെണ്ടയാണ്. സി ഉള്ളത് ഓപ്ഷൻ സി ഹരിത. ഹരിത അത് വഴുതനയാണ്. അനഘ തക്കാളിയാണ്. ഓക്കെ, സങ്കരയിനം നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പയർച്ചെടിയുടെ സങ്കരയിനം ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മിയാണ്. അനാമിക, അതേപോലെ കിരൺ, അർക്ക, അനാമിക ഇതൊക്കെ വെണ്ടയുടേതാണ്. സൂര്യ, ശ്വേത, ഹരിത ഇതൊക്കെ സൂര്യ, ശ്വേത, ഹരിത, നീലിമ ഇതെല്ലാം വഴുതനയുടേതാണ് കേട്ടോ. അടുത്തത് അനഘ. അനഘ തക്കാളിയുടെയാണ്. അനഘ, അതേപോലെ മുക്തി, അക്ഷയ. അനഘ, മുക്തി, അക്ഷയ അത് തക്കാളിയുടെ സങ്കരയിനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വനവിഭവം അല്ലാത്തത് ഏതാണ്? പശ, കോലരക്ക്, തേൻ, മണ്ണെണ്ണ. വനവിഭവം അല്ലാത്തത് ഏതാണ്? പശ, കോലരക്ക്, തേൻ, മണ്ണെണ്ണ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മണ്ണെണ്ണ. പശയും കോലരക്കും തേനൊക്കെ വനവിഭവങ്ങളാണ്. അല്ലാത്തത് മണ്ണെണ്ണയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏത്? സൾഫർ ഡൈ ഓക്സൈഡ്, അമോണിയ, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സൾഫർ ഡൈ ഓക്സൈഡ്. അമ്ലമഴയ്ക്ക് കാരണം സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ചൈന, ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഓപ്ഷൻ സി ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7, 1, 5, 11. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം ഓപ്ഷൻ എ ആണ് ആൻസർ, 7 ആണ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. കാപ്പിയുടെ pH മൂല്യം, കാപ്പിയുടെ pH മൂല്യം 5 ആണ്. ചായയുടെ pH മൂല്യം 5.5 ആണ്. കാപ്പിയുടേത് 5 ആണ്. ചായയുടെ pH മൂല്യം 5.5 ആണ്. പാലിൻ്റെത് 6.5 ആണ്. ഇനി രക്തത്തിൻ്റെ ചോദിക്കാറുണ്ട് എപ്പോഴും. രക്തത്തിൻ്റെ pH മൂല്യം 7.4 ആണ്. രക്തത്തിൻ്റെത് 7.4 ആണ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, 7 ആണ് ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ജോൺ ഡാൾട്ടൺ, മൈക്കൽ ഫാരഡെ, റൂദർഫോർഡ്, ജെ തോംസൺ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, റൂദർഫോർഡ് ആണ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ് ആണ്. ഇനി ജോൺ ഡാൾട്ടൺ, ഓപ്ഷനിലുള്ള ജോൺ ഡാൾട്ടൺ എന്താണ്? ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം അല്ലെങ്കിൽ അറ്റോമിക സിദ്ധാന്തത്തിൻ്റെയൊക്കെ ഉപജ്ഞാതാവ്. ആറ്റം കണ്ടുപിടിച്ചത്, അതേപോലെ അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ് അറ്റോമിക സിദ്ധാന്തം. അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടുപിടിച്ചതും ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഇനി മൈക്കൽ ഫാരഡെ, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡെയാണ്. വൈദ്യുതിയുടെ പിതാവാണ് മൈക്കൽ ഫാരഡെ. ഇനി ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയം, അയൺ, കോപ്പർ, സിങ്ക്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സിങ്ക്. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. സിങ്കിൻ്റെ അയിരാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഓക്കെ, ഇനി അലൂമിനിയം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അയണിൻ്റെ, ഓപ്ഷനിലുള്ള അയണിൻ്റെ അയിരാണ് മാഗ്നറ്റൈറ്റും ഹേമറ്റൈറ്റും. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ് ഒക്കെ അയണിൻ്റെ അയിരാണ്. ഇനി കോപ്പറിൻ്റെ അയിരാണ് കുപ്രൈറ്റ്. കോപ്പറിൻ്റെ അയിരാണ് കുപ്രൈറ്റ്. ഓക്കെ, അപ്പോൾ കലാമിൻ്റെ അയിരേതാണ്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഓക്കെ, കലാമിൻ്റെ അയിരല്ല, സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി, കൃത്രിമ ശ്വസനത്തിന്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്. ജ്വലനത്തിന് ഉപയോഗിക്കുന്നുണ്ട്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നില്ല. ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? ടാർട്രാസിൻ, കാർമോയിസിൻ, ഇൻഡിഗോ കാർമൈൻ, ഫാസ്റ്റ് ഗ്രീൻ.
ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ വസ്തുവാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാർമോയിസിനാണ്. കാർമോയിസിനാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നത്. കാർമോയിസിൻ ഓപ്ഷൻ ബി ആണ്, കാർമോയിസിനാണ് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനം ഏതാണ്? നേർരേഖാ ചലനം, ഭ്രമണ ചലനം, വർത്തുള ചലനം, ദോലനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭ്രമണ ചലനമാണ്. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനമാണ് ഭ്രമണ ചലനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? രാകേഷ് ശർമ്മ, യൂറി ഗഗാറിൻ, കൽപ്പന ചൗള, സുനിത വില്യംസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, രാകേഷ് ശർമ്മ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ഓപ്ഷൻ എ, രാകേഷ് ശർമ്മ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് വിസരണം, പ്രകീർണനം, പ്രതിപതനം, അപവർത്തനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അപവർത്തനം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അപവർത്തനം. ഇനി പ്രകീർണനം. പ്രകീർണനം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സമന്വിത പ്രകാശം, ഒരു സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നതാണ് പ്രകീർണനം. സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. മഴവിലുണ്ടാകാൻ കാരണമായ പ്രതിഭാസവും പ്രകീർണനമാണ്. ഓക്കെ, അപവർത്തനവുമായി ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം അപവർത്തനാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം അപവർത്തനം എന്ന പ്രകാശ പ്രതിഭാസമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ചാലനം, സംവഹനം, ബാഷ്പീകരണം, വികിരണം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബാഷ്പീകരണമാണ് താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത്. ചാലനം, സംവഹനം, വികിരണം ഇത് മൂന്നും താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടുന്നതാണ്. ചാലനം ഖരവസ്തുക്കളിൽ താപപ്രേഷണം ചെയ്യുന്ന രീതിയാണ് ചാലനം. ഖരവസ്തുക്കളിൽ താപം സംപ്രേഷണം ചെയ്യുന്ന രീതിയാണ് ചാലനം. സംവഹനം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം സംപ്രേഷണം ചെയ്യുന്ന രീതിയാണ്. ഇനി വികിരണം എന്ന് പറയുന്നത് ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ താപം സംപ്രേഷണം ചെയ്യുന്നത് വികിരണം വഴിയാണ്. ഓക്കെ, ചാലനം ഖരവസ്തുക്കളിലെ താപ സംപ്രേഷണ രീതി, സംവഹനം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും, വികിരണം ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ താപം സംപ്രേഷണം ചെയ്യുന്ന രീതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? കാറ്റ്, തിരമാല, പെട്രോൾ, കൽക്കരി. ഉത്തരം കാറ്റും തിരമാലയുമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം ആണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം. കാറ്റും തിരമാലയൊക്കെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്. പെട്രോളും കൽക്കരിയൊക്കെ പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്. കാറ്റും തിരമാലയാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം. ഉത്തരം ഓപ്ഷൻ എ, 1ഉം 2ഉം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു സയൻസ് വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. നന്നായിട്ട് തന്നെ പഠിച്ചുകൊള്ളുക. ഈ ഭാഗങ്ങൾ തന്നെയാണ് വീണ്ടും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.